ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് RDNA ടെക്നോളജിയിലെ ലാസ്റ്റ് 2 സ്റ്റെപ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ RDNA കൺസ്ട്രക്ട് ചെയ്യുന്ന കഥയും അത് ഹോസ്റ്റ് സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യമൊക്കെ പഠിച്ചു. 5 സ്റ്റെപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 2 സ്റ്റെപ്സ് 6ഉം 7ഉം ആണ് മിച്ചം ഉള്ളത്. അത് നമുക്ക് ഇന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് 6ാമത്തെ സ്റ്റെപ്പ്? ഹോസ്റ്റ് സെൽസിന്റെ കൾച്ചറിങ് ആണ് അല്ലേ. നമ്മൾ RDNA ഹോസ്റ്റ് സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്റ്റ് സെല്ലിനെ കൾച്ചർ ചെയ്യണം ബൈ പ്രൊവൈഡിങ് ന്യൂട്രിയൻ മീഡിയം ഒക്കെ കൊടുത്തിട്ട് ഹോസ്റ്റ് സെൽസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. So the host cells will get multiplied and along with the host cells our gene of interest also will be cloned. നമ്മുടെ gene of interestന്റെ ക്ലോണിങ് അതിനകത്ത് നടക്കും അല്ലേ, ഹോസ്റ്റ് സെൽസിനകത്ത്. നമ്മൾ പഠിച്ചു. ഓക്കെ, or otherwise you can say that നമ്മുടെ ജീൻ്റെ എക്സ്പ്രഷൻ ആ ഹോസ്റ്റ് സെല്ലിൽ നടക്കും. സപ്പോസ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ജീൻ കോഡ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണെങ്കിലും ആ പ്രോട്ടീൻ്റെ ഫോർമേഷൻ ഹോസ്റ്റ് സെല്ലിൽ നടക്കും. പ്രോട്ടീൻ ആയിക്കോട്ടെ, എൻസൈം ആയിക്കോട്ടെ, ഹോർമോൺ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഫോർമേഷൻ ആ ഹോസ്റ്റ് സെല്ലിൽ നടക്കും. എന്നിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യാം, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് സ്മോൾ സ്കെയിൽ കൾച്ചറിങ് പോരാ, അതായത് കുറച്ച് ഹോസ്റ്റ് സെൽസ് പോരാ, നമുക്ക് ഒരുപാട് ഹോസ്റ്റ് സെൽസ് വേണം. അതായത് ഹോസ്റ്റ് സെൽസിനെ നമ്മൾ കൾച്ചർ ചെയ്യണം ഇൻ എ മീഡിയം അറ്റ് ലാർജ് സ്കെയിൽ കൾച്ചറിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുക. ബിക്കോസ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു കമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ. സോ വി നീഡ് ലാർജർ ക്വാണ്ടിറ്റീസ് ഓഫ് ദിസ് പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ ലാർജ് സ്കെയിൽ കൾച്ചർ വേണം. ഹോസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ടേം ഹെട്രോലോഗസ് ഹോസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഹെട്രോലോഗസ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ തൻ്റേതല്ലാത്ത പ്രോട്ടീൻ എക്സ്പ്രസ് ചെയ്യുന്ന ഹോസ്റ്റ്. അതായത് എവിടെയോ കിടന്ന ഒരു ജീൻ അല്ലേ, വേറെ ഏതോ ഒരു സെല്ലിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്ന ജീന്, ആ ജീനെ എടുത്തിട്ട് ഞാൻ വേറൊരു സെല്ലിലോട്ട് ഇട്ട് കൊടുത്തു. അത് നമ്മുടെ ഹോസ്റ്റ് സെല്ലാണ്, അതിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ആ ജീൻ്റെ എക്സ്പ്രഷൻ ഈ സെല്ലിൽ നടന്നു. അപ്പോൾ തൻ്റേതല്ലാത്ത ഒരു ജീനെ അത് ക്യാരി ചെയ്യുന്നു ആൻഡ് അതിൻ്റെ എക്സ്പ്രഷൻ നടന്നു, അതിൻ്റെ പ്രോഡക്റ്റ് ഫോം ചെയ്തു. എന്താണ്, ഒരു പ്രോട്ടീൻ ആയിക്കോട്ടെ, ആ പ്രോട്ടീൻ്റെ ഫോർമേഷൻ ആ സെല്ലിൽ നടന്നു. സോ തൻ്റേതല്ലാത്ത പ്രോട്ടീൻ എക്സ്പ്രസ് ചെയ്യുന്ന ഹോസ്റ്റ് സെൽസിനാണ് നമ്മൾ ഹെട്രോലോഗസ് ഹോസ്റ്റ് എന്ന് പറയുക. ടെക്സ്റ്റ് ബുക്കിൽ എഴുതി പഠിക്കണേ. ഹെട്രോലോഗസ് ഹോസ്റ്റ് ഈസ് ദ ഹോസ്റ്റ് വിച്ച് എക്സ്പ്രസസ് ദ പ്രോട്ടീൻ ഇൻ സെൽ ലൈൻസ് വേർ ദേ ആർ നോട്ട് സപ്പോസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. ആ സെല്ലിലല്ല ശരിക്കും ആ ജീൻ്റെ എക്സ്പ്രഷൻ നടക്കേണ്ടിയിരുന്നത്, ആ സെല്ലിലല്ല ശരിക്കും ആ പ്രോട്ടീൻ്റെ ഫോർമേഷൻ നടക്കേണ്ടിയിരുന്നു, വേറെ എവിടെയായിരുന്നു അല്ലേ. Okay, if any protein encoding gene is expressed in a heterologous host, it is called a recombinant protein. അപ്പോൾ ആ എക്സ്പ്രസ് ചെയ്യുന്ന പ്രോട്ടീൻ എന്താണ്, റീകോമ്പിനന്റ് പ്രോട്ടീൻ ആണ് അല്ലേ. ആരിലാണ്, ഹെട്രോലോഗസ് ഹോസ്റ്റിൽ. നമുക്കിനി ഹോസ്റ്റ് സെൽസിന്റെ കൾച്ചറിംഗിലേക്ക് വരാം. ഇതിന്റെ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ നമുക്ക് നടത്താൻ വേണ്ട ലബോറട്ടറി കണ്ടീഷൻ ആൻഡ് ദെൻ എക്സ്ട്രാക്ട് ദ പ്രോഡക്റ്റ്. പക്ഷേ ഇങ്ങനെ കുറച്ച് സെൽസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിന്റെ ലാർജ് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടത്തില്ല അല്ലേ. കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി വേണമെങ്കിൽ വി നീഡ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ദ ഹോസ്റ്റ് സെൽസ്. ഓക്കെ, അങ്ങനെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സംഗതിയാണ് ബയോറിയാക്ടേഴ്സ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബയോറിയാക്ടേഴ്സ് ഉപയോഗിക്കുക? ഫോർ കൾച്ചറിങ് ദ ഹോസ്റ്റ് സെൽസ് ഇൻ എ മീഡിയം അറ്റ് ലാർജ് സ്കെയിൽ ആൻഡ് ദെൻ എക്സ്ട്രാക്ടിങ് ദ പ്രോഡക്റ്റ്. ഹോസ്റ്റ് സെൽസിൻ്റെ ലാർജ് സ്കെയിൽ കൾച്ചറിങ്ങിനാണ് നമ്മൾ ബയോറിയാക്ടേഴ്സ് ഉപയോഗിക്കുക കേട്ടോ. യെസ്, ലാർജ് സ്കെയിൽ കൾച്ചർ. ദ സെൽസ് ക്യാൻ ഓൾസോ ബി മൾട്ടിപ്ലൈഡ് ഇൻ എ കണ്ടിന്യൂസ് കൾച്ചർ സിസ്റ്റം. ഇവിടെ ഒരു കണ്ടിന്യൂസ് കൾച്ചർ സിസ്റ്റമാണ് നടക്കുക. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാ ഈ കൊടുത്തിരിക്കുന്ന ഒരു ബയോറിയാക്ടറിന്റെ പിക്ചറാണ്. ഇതൊരു ബയോറിയാക്ടറാണ്. ഇതിൽ ഒരു സൈഡിൽ ഞാൻ ഫീഡ് എന്ന് കൊടുത്തിട്ട് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാ അപ്പുറത്തെ സൈഡിൽ എഫ്ലുവൻ്റ് എന്ന് കൊടുത്തിട്ട് ഒരു ആരോ മാർക്ക് പുറത്തേക്കും കൊടുത്തിട്ടുണ്ട്. ഒന്ന് അകത്തേക്ക് ഒന്ന് പുറത്തേക്ക്. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഒരു ഇനോക്കുലം ഇട്ട് കൊടുക്കും. ഇനോക്കുലം എന്ന് പറയുന്നത് ഈ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്ടീരിയൽ സെൽസ് മീൻസ് ആ ഹോസ്റ്റ് സെൽസ്. ഒരു 2-3 ഡിവിഷൻ കഴിഞ്ഞ ഹോസ്റ്റ് സെൽസിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി ആ ഹോസ്റ്റ് സെൽസിന് വളരാൻ ആവശ്യമായിട്ടുള്ള മീഡിയം, ന്യൂട്രിയൻ്റ് മീഡിയം നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ആ ഹോസ്റ്റ് സെൽസിന് വേണ്ട എല്ലാ കണ്ടീഷൻസ് നമ്മൾ ഇതിൽ കൊടുക്കുകയാണ്, ഈ ബയോറിയാക്ടറിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഹോസ്റ്റ് സെൽസ് ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യും, വളരാനായിട്ട് തുടങ്ങും. നിങ്ങൾക്കറിയാം ബാക്ടീരിയൽ സെൽസ് ആണെങ്കിൽ അവർ വളരെ ഫാസ്റ്റ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുന്നവരാണ് അല്ലേ, വളരെ ഫാസ്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നവരാണ്. അവർ ഫോളോ ചെയ്യുന്നത് ലോഗ് ഫേസ് ആണ്. നിങ്ങൾ ലോഗ് ഫേസും ലാഗ് ഫേസും പഠിച്ചിട്ടുണ്ട്. ലോഗ് ഫേസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്, മീൻസ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് അവർ കാണിക്കുക. ഇങ്ങനെയാണ് ആ ഗ്രാഫ് പോവുക അല്ലേ. സോ ഒരു സൈഡിൽ നമ്മൾ എപ്പോഴും ഫ്രഷ് മീഡിയം ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും, ന്യൂട്രിയൻ്റ് മീഡിയം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ആരോ ഫീഡ് അല്ല.
അറ്റ് ദ സെയിം ടൈം നമ്മൾ എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് മീഡിയം എടുത്തുകൊണ്ടേയിരിക്കും. കുറച്ച് മീഡിയം എപ്പോഴും ഇങ്ങനെ വിത്ഡ്രോ ചെയ്തുകൊണ്ടേയിരിക്കും ഇതിനകത്തുനിന്ന്. എന്തിനാണ്? ടു എക്സ്ട്രാക്ട് ദ പ്രോഡക്റ്റ്. നമുക്ക് ഇതിനകത്ത് പ്രോഡക്റ്റ് വേണം. സോ എഫ്ലുവൻ്റ് എന്ന് കൊടുത്തേക്കുന്ന നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന മീഡിയം ഇൻക്ലൂഡിങ് ദ ബാക്ടീരിയൽ സെൽസ് എന്തിനു വേണ്ടിയിട്ടാ? ആ പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ മീഡിയം ഇട്ട് കൊടുക്കുന്നു, മറ്റേ സൈഡിൽ നമ്മൾ മീഡിയം എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇതിനാണ് നമ്മൾ കണ്ടിന്യൂസ് കൾച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ്? The host cells will maintain the most physiologically active log phase or exponential phase. ഒരു സൈഡിൽ നമ്മൾ മീഡിയം എടുത്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ, അറ്റ് ദ സെയിം ടൈം നമ്മൾ ഫ്രഷ് മീഡിയം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ആ ഡിവൈഡ് ചെയ്യുന്ന ഹോസ്റ്റ് സെൽസ് അവരുടെ മോസ്റ്റ് ഫിസിയോളജിക്കലി ആക്റ്റീവ് ഫേസിൽ അങ്ങനെ തന്നെ ഇരുന്നോളും. അല്ല എങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ മൊത്തം മീഡിയം എടുത്തു ടു എക്സ്ട്രാക്ട് ദ പ്രോഡക്റ്റ്. ഇതിനകത്ത് നമ്മൾ പ്രോഡക്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി മൊത്തം മീഡിയം എടുത്തു. എന്നിട്ട് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ, വീണ്ടും പുതിയ മീഡിയം ഇട്ട് കൊടുക്കണം, കൾച്ചർ മീഡിയം ഇട്ട് കൊടുക്കണം ഫോർ ദ ഗ്രോത്ത് ഓഫ് ദീസ് ഹോസ്റ്റ് സെൽസ്. അത് കുറച്ച് കുഴപ്പം പിടിച്ച കാര്യമാണ്. ഇത് കണ്ടിന്യൂസ് കൾച്ചർ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ മൊത്തം എടുക്കേണ്ട ആവശ്യമില്ല, വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സൈഡിൽ എടുക്കുക, ഒരു സൈഡിൽ കൊടുക്കുക. അപ്പോൾ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ആണെങ്കിൽ ദാറ്റ് കനോട്ട് yield appreciable quantities of products. To produce in large quantities, the development of bioreactors where large volumes, that means 100 to 1000 liters of culture can be processed, was required. അപ്പോൾ ബയോറിയാക്ടേഴ്സിൽ നമുക്ക് ഹോസ്റ്റ് സെൽസിന്റെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്താം. എത്ര വോളിയൂംസ് ആണ് പറയുന്നത്? 100 to 1000 liters of culture can be processed in bioreactors അല്ലേ. ഇനി ബയോറിയാക്ടേഴ്സിന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. They are the vessels in which raw materials are biologically converted into specific products or individual enzymes etc. അപ്പോൾ റോ മെറ്റീരിയൽസ് എന്ന് പ്രോഡക്ട്സ് കിട്ടുന്നു. റോ മെറ്റീരിയൽസ് ആർ ബയോളജിക്കലി കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്ട്സ്. റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? ഹോസ്റ്റ് സെൽസ് ആണല്ലേ. ഹോസ്റ്റ് സെൽസിൽ ബാക്ടീരിയ സെൽസ് വരാം, ഈസ്റ്റ് സെൽസ് വരാം, പ്ലാന്റ് സെൽസ് വരാം, ആനിമൽ സെൽസ് വരാം, എന്ത് സെൽസ് വേണമെങ്കിലും ആയിക്കോട്ടെ. അവരെന്തായിട്ട് മാറുന്നു? പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. അതിന് വേണ്ടിയിട്ടുള്ള വെസലാണ് എന്ത്? ബയോറിയാക്ടേഴ്സ്. ഈ ബയോറിയാക്ടറിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന റോ മെറ്റീരിയൽസ് പ്രോഡക്ട്സ് ആയിട്ട് മാറണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ കണ്ടീഷൻസും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. എ ബയോറിയാക്ടർ പ്രൊവൈഡ്സ് ദ ഒപ്റ്റിമൽ കണ്ടീഷൻസ് ഫോർ അച്ചീവിംഗ് ദ ഡിസൈർഡ് പ്രോഡക്റ്റ് ബൈ പ്രൊവൈഡിംഗ് ദ ഒപ്റ്റിമം ഗ്രോത്ത് കണ്ടീഷൻസ്. ഹോസ്റ്റ് സെൽസിന് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടീഷൻസും നമ്മൾ അതിനകത്ത് അവൈലബിൾ ആക്കണം. ലൈക്ക് ഒപ്റ്റിമം ടെമ്പറേച്ചർ കൊടുക്കണം, ഒപ്റ്റിമം pH കൊടുക്കണം, എന്തെങ്കിലും സബ്സ്ട്രേറ്റ്സ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യണം, സോൾട്ട് ആഡ് ചെയ്യണം, വിറ്റമിൻസ്, ഓക്സിജൻ, ഇതൊക്കെ നമ്മൾ ഈ റിയാക്ടറിനകത്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കണ്ടീഷൻസും സെറ്റ് ആക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഹോസ്റ്റ് സെൽസിന്റെ ലാർജ് സെൽ കൾച്ചറിങ്ങും ആൻഡ് പ്രോഡക്ട്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നതും ഒക്കെ ഈസി ആകുന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 ബയോറിയാക്ടേഴ്സിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സിമ്പിൾ സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ, അടുത്തത് സ്പാർസ്ഡ് സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ ത്രൂ വിച്ച് സ്റ്റെറൈൽ എയർ ബബിൾസ് ആർ സ്പാർസ്ഡ്. ആ സിമ്പിൾ സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ നോക്കൂ. സ്റ്റേറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സിംഗ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് മിക്സ്ഡ് ആകുന്നത്? ഫസ്റ്റ് നമ്മൾ ബയോറിയാക്ടറിൽ എന്തിട്ട് കൊടുക്കുന്നു? ഇനോക്കുലം ഇട്ട് കൊടുക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. എന്താണ് ഇനോക്കുലം എന്ന് പറഞ്ഞാൽ? ആ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ അതെന്താണ്? കുറച്ച് ഡിവൈഡ് ചെയ്ത ഹോസ്റ്റ് സെൽസ്, അതാണ് ഇനോക്കുലം, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. അത് പ്ലസ് അതിനകത്തേക്ക് നമ്മൾ ന്യൂട്രിയന്റ് മീഡിയവും പ്രൊവൈഡ് ചെയ്തു. സോ കൾച്ചർ ബ്രോത്ത് എന്നതോട് ഉദ്ദേശിക്കുന്ന ന്യൂട്രിയന്റ് മീഡിയം പ്ലസ് ഹോസ്റ്റ് സെൽസ് ആണ് കൾച്ചർ ബ്രോത്ത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു മോട്ടർ കാണാം. ആ മോട്ടറിലോട്ട് ഒരു ലോങ് ഷാഫ്റ്റ് കണക്റ്റഡ് ആണ്. ഇത് ലോങ് ഷാഫ്റ്റ് കണക്റ്റഡ് ആണ്. അതേ ചുറ്റി ഫ്ലാറ്റ് ബ്ലേഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്ലാറ്റ് ബ്ലേഡഡ് ഇമ്പല്ലർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്യും. അത് റൊട്ടേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിന് ചുറ്റുമുള്ള ബ്ലേഡ്സും റൊട്ടേറ്റ് ചെയ്യും. മീൻസ് ഇതിനകത്തുള്ള കൾച്ചർ ബ്രോത്തിന്റെ പ്രോപ്പർ മിക്സിങ് നടക്കും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മിക്സിക്കകത്ത് ആ ബ്ലേഡ്സ് എങ്ങനെയാണ് കറങ്ങുന്നത്? ചിന്തിച്ചു നോക്ക്. അത് തന്നെ സംഭവം. അപ്പോൾ കൾച്ചർ ബ്രോത്ത് പ്രോപ്പർലി മിക്സ്ഡ് ആകും. മീൻസ് അതെല്ലായിടത്തും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. മനസ്സിലായോ? ഓക്കെ. സോ ഈ ബയോറിയാക്ടറിനകത്തൊരു പ്രോപ്പർ അജിറ്റേറ്റർ സിസ്റ്റം ഉണ്ടെന്ന് നമുക്ക് പറയാം, ഈ കൾച്ചർ ബ്രോത്തിന്റെ പ്രോപ്പർ മിക്സിങ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കൾച്ചർ ബ്രോത്ത് ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മിക്സ് ആകുമ്പോൾ എന്താ പറ്റുക? ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഓക്സിജൻ അവൈലബിലിറ്റി കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ. നമ്മൾ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനകത്തേക്ക്. അപ്പോൾ ഈ ഓക്സിജൻ അവൈലബിലിറ്റി കൂടുകയും അതുപോലെ ഇതിനകത്ത് വളരുന്ന ഹോസ്റ്റ് സെൽസിന് ന്യൂട്രിയൻസിനൊക്കെ അബ്സോർബ് ചെയ്യാനും അല്ലെങ്കിൽ ഓക്സിജനൊക്കെ എടുക്കാനും ഈസി ആയിട്ട് പറ്റും. ഓക്കെ. ആൻഡ് ഇതിങ്ങനെ മിക്സ്ഡ് ആവുന്ന കൂട്ടത്തിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്കറിയാം പതയുണ്ടാകും അല്ലേ.
നമ്മൾ എന്തൊരു സൊല്യൂഷൻ ആണെങ്കിലും കുറേ നേരം ഇട്ട് കറക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ എന്ത് പറ്റും? പത ഉണ്ടാവും, ഫോം ചെയ്യും. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോം ബ്രേക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫോം ബ്രേക്കർ. ഇനി ആസിഡ് ഓർ ബേസ് ഫോർ pH കൺട്രോൾ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സ്റ്റീം ഫോർ സ്റ്റെറിലൈസേഷൻ ലേബൽ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഹോസ്റ്റ് സെൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിന്റെ മാത്രം ഗ്രോത്ത് നടന്നാൽ മതി, മറ്റൊരു മൈക്രോ ഓർഗാനിസവും അതിനകത്ത് കടന്നുകൂടാൻ പാടില്ല. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മുടെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടത്തുക അല്ലേ, സ്റ്റീം ഫോർ സ്റ്റെറിലൈസേഷൻ. മറ്റു മൈക്രോ ഓർഗാനിസംസ് വഴി കണ്ടാമിനേഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് സ്റ്റെറൈൽ എയർ എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുക? ഓക്സിജൻ ഡെലിവറി സിസ്റ്റം. അടുത്തത് സ്പാർജ് സ്റ്റയർഡ് ടാങ്ക് ബയോറിയാക്ടർ ത്രൂ വിച്ച് സ്റ്റെറൈൽ എയർ ബബിൾസ് ആർ സ്പാർജ്ഡ്. ഇവിടെ നമ്മൾ സ്റ്റെറൈൽ എയർ ബബിൾസ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബയോറിയാക്ടറിനെ ബേസ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞതാണ്, a stirred tank bioreactor is usually cylindrical or with a curved base to facilitate the mixing of the reactor contents. Reactor contents mixing ആണ് ഇതിനകത്ത് നടക്കുക. The stirrer facilitates even mixing and oxygen availability throughout the bioreactor. മിക്സിംഗ് ഇങ്ങനെ നടക്കുമ്പോൾ ഓക്സിജൻ അവൈലബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും അല്ലേ. സോ ഹോസ്റ്റ് സെൽസിന് ഈ പറഞ്ഞ ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. യെസ്, ദ ബയോറിയാക്ടർ ഹാസ് ആൻ അജിറ്റേറ്റർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മിക്സിംഗ് സിസ്റ്റം അല്ലേ, ആ റൊട്ടേറ്റ് ചെയ്യുന്ന സിസ്റ്റം, അതാണ് അജിറ്റേറ്റർ സിസ്റ്റം. ആൻ ഓക്സിജൻ ഡെലിവറി സിസ്റ്റം ആൻഡ് എ ഫോം കൺട്രോൾ സിസ്റ്റം, ഇതൊക്കെ ഞാൻ പറഞ്ഞു. ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം, pH കൺട്രോൾ സിസ്റ്റം ആൻഡ് സാമ്പിളിംഗ് പോഡ്സ് സോ ദാറ്റ് സ്മോൾ വോളിയൂംസ് ഓഫ് ദ കൾച്ചർ ക്യാൻ ബി വിഡ്രോൺ പീരിയോഡിക്കലി. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു ബയോറിയാക്ടർ. ഇതിൽ ഞാൻ പറഞ്ഞ ആ സംഭവം ഇത് എന്താണ്? ഒന്ന്, ഒരു ട്യൂബ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫ്രഷ് മീഡിയം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഒരു പോട്ട്. അടുത്തത് എഫ്ലുവൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ഫ്രഷ് മീഡിയം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് എഫ്ലുവൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കണ്ടിന്യൂസ് കൾച്ചർ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ബയോറിയാക്ടറിനകത്ത് നമ്മുടെ ഹോസ്റ്റ് സെൽസിൻ്റെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തി നമ്മൾ പ്രോഡക്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനോക്കുലം ഇട്ട് കൊടുത്തപ്പോൾ, ഇനോക്കുലം എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് സെൽസ് ആണ്. അത് ബാക്ടീരിയൽ സെൽസ് ആകാം, ഈസ്റ്റ് സെൽസ് ആകാം, പ്ലാന്റ് സെൽസ് ആകാം, അനിമൽ സെൽസ് ആകാം, എന്ത് സെൽസ് വേണമെങ്കിലും ആകാം. അത് ബയോറിയാക്ടറിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രോഡക്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാം. നമ്മൾ പ്രോഡക്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതൽ കുറേ ഇമ്പ്യൂരിറ്റീസും ഉണ്ടാകും. പ്രോഡക്റ്റ് വിത്ത് ഇമ്പ്യൂരിറ്റീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റിനെ നമുക്ക് പ്രോപ്പറായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം, പ്യൂരിഫൈ ചെയ്തെടുക്കണം, ആൻഡ് കുറച്ച് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം. ഇപ്പം ഡ്രഗ്സിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ അതിനെ നമ്മൾ ഫോർമുലേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഈ 3 സ്റ്റെപ്പും കൂടെ ചേരുന്നതാണ് എന്ത്? ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ദാറ്റ് മീൻസ് പ്രോഡക്റ്റ് സെപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ ആൻഡ് ഫോർമുലേഷൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ ക്ലിനിക്കൽ ട്രയൽസ് നമ്മൾ നടത്തണം. ഇപ്പം ഡ്രഗ്സിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ ക്ലിനിക്കൽ ട്രയൽസ് എന്തിനാണ് നടത്തുന്നത്? സക്സസ്ഫുൾ ആണോ അല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ലേ. സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രമേ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ക്ലിനിക്കൽ ട്രയൽസ് നടത്തണം ആൻഡ് സ്ട്രിക്റ്റ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് ഓൾസോ റിക്വയർഡ്. യെസ്, നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. RDNA ടെക്നോളജിയിലെ എല്ലാ സ്റ്റെപ്സും നമ്മൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ക്ലാസ് ആയിരിക്കും ഇത്. ആൻഡ് നീറ്റിന് മാത്രമല്ല, ലൈഫ് സയൻസിൻ്റെ ഹയർ സ്റ്റഡീസിന് പോകുന്ന കുട്ടികളാണെങ്കിലും ബയോടെക്നോളജി ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടാവും അല്ലേ, ബയോടെക്നോളജി, മൈക്രോബയോളജി, അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ഒരു ബേസിക് ഐഡിയ കിട്ടുന്ന ക്ലാസ് ആയിരിക്കും. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യാം.